ഹായ് എവ്രി വൺ. നമ്മുടെ JEE മെയിൻ ഫേസ് 1 എക്സാമിനേഷൻ കഴിഞ്ഞ് എവ്രിബഡി വിൽ ബി ഈഗർലി വെയിറ്റിംഗ് വാട്ട് ടു ഡു നെക്സ്റ്റ്, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ കറക്റ്റ് ഗൈഡൻസ് കാത്തിരിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. സോ ലെറ്റ് us hear കെമിസ്ട്രിയുടെ കേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയായിരുന്നു ഫേസ് 1 സംഭവിച്ചിട്ടുള്ളത്, ഫേസ് 2 ആൻഡ് JEE അഡ്വാൻസ്ഡിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ കൂടെയുള്ളത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ JEE അഡ്വാൻസ്ഡ് ഫാക്കൽറ്റീസില് നമ്പർ 1 ആയിരിക്കുന്ന റിജു സാർ ആണ്. സോ എനിവേ ലെറ്റ് us hear from റിജു സാർ. സാർ, നമ്മുടെ JEEയുടെ ഫേസ് 1 എക്സാമിനേഷൻ കഴിഞ്ഞപ്പോഴേക്ക് കെമിസ്ട്രിയില് നോർമലി കെമിസ്ട്രി കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിരിക്കുന്ന, ഈസി സ്കോറിംഗ് ആയിരിക്കുന്ന ഒരു സബ്ജക്ട് ആണ്. ഇപ്പൊ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞപ്പോൾ സാറിന്റെ ഒരു ഒബ്സർവേഷൻ, ലൈക്ക് ഹൗ വാസ് ദി എക്സാം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെയാണോ, ഈസ് ഇറ്റ് ടു ഈസി അല്ലെങ്കിൽ വെരി ടഫ് ആണോ, എന്താണ് സാറിന്റെ ഒരു ഒബ്സർവേഷൻ? നമ്മളെ JEE ഫേസ് 1 കഴിഞ്ഞപ്പോൾ നമ്മള് കുട്ടികളുടെ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ടു ഈസി ആണെന്ന് ചോദിച്ചാൽ ടു ഈസി അല്ല, എന്നാൽ ടു മച്ച് ഡിഫിക്കൽട്ട് ആണോന്ന് ചോദിച്ചാൽ അതുമല്ല, ഒരു മോഡറേറ്റ് ലെവലിലാണ് പേപ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെ, അപ്പൊ അതില് ഇപ്പം ഈ മോഡറേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ അപ്പോഴും കുട്ടികൾ എപ്പോഴും ഇപ്പൊ ഫേസ് 2 ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് സിലബസിൽ എവിടെ ഫോക്കസ് ചെയ്യണം, ഏത് കൂടുതൽ പഠിക്കണം, ഏതിൽ നിന്ന് കൂടുതൽ ചോദ്യം വരുന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതില് നമ്മൾ ഫേസ് 2 വരാൻ പോകുമ്പോൾ ഫേസ് 1 മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയായിരിക്കും കുട്ടികൾ അത് പ്രിപ്പയർ ചെയ്യേണ്ടി വരിക? ഇതില് ഫേസ് 1 എഴുതി കഴിഞ്ഞ മക്കളെ സംബന്ധിച്ചിടത്തോളം ഫേസ് 2 പ്രിപ്പറേഷന്റെ കോൺഫിഡൻസ് കൂട്ടുന്ന തരത്തിലുള്ള ഒരു പേപ്പർ ആണ് ശരിക്കും കെമിസ്ട്രിയുടെ വന്നിരിക്കുന്നത്. കാരണം അവരൊരു ടോട്ടൽ പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞാല് ചില ഏരിയാസ് ഒന്നുകൂടെ പിൻ പോയിന്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാല് മെമ്മറിയിലേക്ക് കൊണ്ടുവരേണ്ട സംഭവങ്ങൾ ഒന്നുകൂടെ ഡാറ്റാബേസിൽ മെമ്മറിയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്തതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ ഫേസ് 2 പറ്റും എന്നുള്ള രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പേപ്പർ കൂടിയാണ് ഫേസ് 1 വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇപ്പം സിലബസ് കവറേജ് ആകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ കെമിസ്ട്രി നോക്കുമ്പോൾ ഫുൾ സിലബസ് വരുന്ന രീതിയിൽ തന്നെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വന്നു. അല്ലെങ്കിൽ സാറ് പറഞ്ഞൊരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കെമിസ്ട്രിയിലാണ് കൂടുതൽ ഫാക്ട്സ് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയുള്ളത്. ആ മെമ്മറി കുറെ കൂടി നമ്മൾ റെഡിയാക്കി ഷാർപ്പൺ ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഇതില് ഞാൻ ഒബ്സർവ് ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം, കുറെ കാര്യങ്ങൾ എസ്പെഷ്യലി ഫിസിക്കൽ കെമിസ്ട്രി എന്നൊക്കെയാണ് അധികം മെമ്മറി ബേസ്ഡ് അല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുക. അതില് ഇപ്പൊ പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് കുറെ കൂടി ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ അതില് എങ്ങനെയാണ് അവരുടെ ആക്യുറസി അവർ ഷാർപ്പൻ ചെയ്യുക എന്നുള്ളത് സാറിന്റെ ഒരു ഒപ്പീനിയൻ? അത് ന്യൂമറിക്കൽ സ്കില്ല് കൂട്ടിക്കൊണ്ട് തന്നെ അവർക്ക് അത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം അതിന് വേറെ ഷോർട്ട് കട്ടുകൾ ഇല്ല. മാത്തമെറ്റിക്കൽ സ്കില്ല്, ന്യൂമറിക്കൽ സ്കില്ല് വർദ്ധിപ്പിക്കുക, മാക്സിമം പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിലുള്ളത്. പിന്നെ മാം പറഞ്ഞ മാതിരി അവരുടെ ഫിസിക്കൽ കെമിസ്ട്രി പ്രിപ്പറേഷൻസ് വരുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് NTA ഡിസൈൻ ചെയ്തിരിക്കുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും ഇത് P ബ്ലോക്ക് എന്നാ വന്നിരിക്കുന്നതെന്ന്. പക്ഷെ അതിന്റെ റൂട്ട് കിടക്കുന്നത് ശരിക്കും ഇലക്ട്രോ കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റേഴ്സിലായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർക്രോസിംഗ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങുമ്പോൾ കുട്ടി വിചാരിക്കും പെട്ടെന്ന് ഇത് P ബ്ലോക്ക് ആണെന്ന്. P ബ്ലോക്ക് ആണെന്ന് വിചാരിച്ച് പെട്ടെന്ന് അങ്ങനെ ഒരു ഇതിലേക്ക് പോകുമ്പോൾ അവൻ P ബ്ലോക്കിന്റെ ചാപ്റ്റർ ആണ് പിന്നെ മനസ്സിൽ റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഒരൊറ്റ സ്വിച്ച് ഓവർ ആണ് ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക്. ഇത് നമ്മുടെ മക്കൾക്ക് നന്നായിട്ട് അവർക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് അവർ കണ്ടു പരിചയമുള്ളതുകൊണ്ടും ചെയ്ത് പരിചയമുള്ളതുകൊണ്ടും അവർക്ക് സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ മെറ്റീരിയലിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമ്മൾ ഈവൺ ഓൺലൈൻ ഡിസ്കഷനിൽ ഒരു ജീനിയസ് ചാലഞ്ച് എന്നും പറഞ്ഞിട്ട് നമ്മൾ മാം ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന 100 ക്വസ്റ്റ്യൻ ചാലഞ്ചിലൊക്കെ തന്നെ അങ്ങനത്തെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ക്രോസ്ഡ് ആയിട്ടുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട് അത് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യേണ്ടത് ഇതാണ് ന്യൂമറിക്കൽ സ്കില്ല് കൂട്ടുക എന്നുള്ളത്. അതില് സാർ പറഞ്ഞപ്പം എനിക്കൊന്ന് മോൾ കോൺസെപ്റ്റിലൊക്കെ വരുമ്പോഴേ DNF ഒരു ഇക്വേഷൻ തന്നിട്ട് അത് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് ആയിട്ട് വരുന്നു. അത് നമ്മൾ വിചാരിക്കുന്ന 2/3 വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആയിരിക്കില്ല, കുറെ കൂടി ആക്യുറസി കൂടി അതില് പ്രധാനം. അപ്പൊ അതില് ആ സമയത്ത് തന്നെ എനിക്കിപ്പോഴും അതിൽ കുറച്ച് കുട്ടികളൊക്കെ കമന്റ് ചെയ്തത് എന്റെ മനസ്സിലുണ്ട്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ 245 പോയിന്റ് അല്ലെങ്കിൽ 244.6 എന്ന് കിട്ടുന്ന ആൻസറിനെ 244 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് നെഗറ്റീവ് മാർക്കായി. അതിനെ റൗണ്ട് ഓഫ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം കൂടി ഇതില് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. സോ സാറേ, നമ്മൾ ഈ JEE മെയിൻ ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ബോർഡ് എക്സാമിനേഷൻ, ബോർഡ് എക്സാമിനേഷന്റെ കേസില് യൂഷ്വലി കുട്ടികൾ ഓരോ ചാപ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്തും ഒരു പെർട്ടിക്കുലർ ഏരിയാസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഡെറിവേഷൻസ് അങ്ങനെയൊക്കെ ഉണ്ട്.
ജെഇയിലേക്ക് വരുമ്പോ എന്റെ സിലബസ് കവർ ചെയ്യുക എന്നുള്ളത് തന്നെ ആയിരിക്കണമല്ലോ അവരുടെ phase 2 അതിൽ പർട്ടിക്കുലർ സെലക്റ്റീവ് ആയിട്ട് ടോപ്പിക്സ് പഠിക്കുന്നതിനെ നമ്മൾ എൻകറേജ് ചെയ്യുന്നുണ്ടോ? സെലക്റ്റീവ് ആയിട്ട് ടോപ്പിക്സ് ഒരിക്കലും ജെഇനെ സംബന്ധിച്ചിടത്തോളം അഡ്വൈസബിൾ അല്ല. കാരണം നമുക്ക് ഏകദേശം 20 ചാപ്റ്റേഴ്സും പിന്നെ നമ്മളുടെ അനലിറ്റിക്കൽ ആൻഡ് സ്റ്റീരിയോ കെമിസ്ട്രി വെച്ചിട്ടുള്ള സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് കൂടെ നമ്മൾ എടുക്കുമ്പോൾ ഏകദേശം ഇത്രയും വോളിയം ചാപ്റ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് അവര് മൊത്തം ഷിഫ്റ്റുകളിൽ കവർ ചെയ്യുന്നുണ്ട്. ചില ഷിഫ്റ്റുകൾ ചില ചാപ്റ്റേഴ്സുകൾ വന്നിട്ടില്ലെങ്കിൽ പോലും അവരത് വേറെ ഷിഫ്റ്റുകളിൽ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ റിഡോക്സ് റിയാക്ഷൻസ് ഒരു 2 ഷിഫ്റ്റിലോ മറ്റോ അത് കയറി വന്നു, പിന്നെ ഒരു 3-4 ഷിഫ്റ്റില് അതിന്റെ അപ്പിയറൻസ് വന്നിട്ടില്ല. പക്ഷെ ആ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് വേറെ ഡയമെൻഷനിൽ അവര് വേറെ ക്വസ്റ്റ്യനിൽ ഇന്റർമിങ്കിൾ ചെയ്ത് ചിലപ്പോൾ കൊടുക്കേണ്ട ഒരു പ്രോബബിലിറ്റി അവിടെ ഉണ്ട്. ബോർഡ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡ് ടോട്ടൽ സിലബസ് കവർ ചെയ്യുകയും പിന്നെ NCERT നന്നായിട്ട് സ്ട്രക്ചർ ചെയ്ത രീതിയിലുള്ള ഒരു കോൺസെപ്റ്റൽ സ്റ്റഡിയാണ് ബോർഡിന് ശരിക്കും നടത്തേണ്ടത്. അതിൽ ഓരോ ചാപ്റ്ററിനും പ്രത്യേകം വെയിറ്റേജും ഉണ്ട്. ആ ചാപ്റ്ററിൽ മാത്രമുള്ള ചോദ്യങ്ങളായിരിക്കും അതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അതെ, ജെഇയുടെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞെങ്കിൽ പിൻ പോയിന്റ് സ്റ്റഡിയാണ്. അത് ഈവൻ ഡാറ്റ പോലും ശരിക്കും ക്രോസ് ചെയ്ത് എന്തുകൊണ്ട് ആ ഡാറ്റ വന്നു എന്നുള്ള രീതിയിലുള്ള പിൻ പോയിന്റ് ഇൻഡെപ്ത് സ്റ്റഡി കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് നടത്തിയാൽ മാത്രമേ കുട്ടിക്ക് കെമിസ്ട്രിയിൽ ആ ഒരു ഡയമെൻഷനിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് കെമിസ്ട്രിയിലാണെങ്കിൽ എനിക്കൊന്ന് കുറെ കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് എല്ലാ കുട്ടികൾക്കും കെമിസ്ട്രി റിലേറ്റീവ്ലി ഈസി ആയിരിക്കുന്നതാണ്. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഏരിയ തന്നെയാണ് കെമിസ്ട്രി. അതുകൊണ്ട് phase 2 വരുമ്പോഴേക്ക് കെമിസ്ട്രിയിൽ ഫുൾ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ ന്യൂമറിക്കൽ ടൈപ്പ് ഒക്കെ വരുന്ന സമയത്ത് കുറച്ച് ടൈം മാനേജ്മെന്റുമായിട്ട് കുട്ടികൾക്ക് ഇഷ്യൂസ് വന്നു എന്നുള്ളതിൽ ഒരു റെലവൻസ് ഉണ്ട്. കുറെ ആൾക്കാര് ക്വസ്റ്റ്യൻ പേപ്പർ സീംസ് ടു ബി ഈസി പക്ഷെ സമയം കിട്ടിയില്ല എന്നൊക്കെയുള്ള പരാതികൾ പറയുന്നുണ്ട്. അപ്പൊ അതില് എപ്പോഴും ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുക കെമിസ്ട്രിയുടെ സമയം ചുരുക്കിക്കൊണ്ട് മാത്രമല്ലേ? അതെ, കെമിസ്ട്രി നമുക്ക് ഒരേ സമയം സ്കോറിംഗ് ആണ്, മിനിമം ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മിനിമം ടൈമില് ഫിസിക്സും മാത്സും കൺക്ലൂഡ് ചെയ്യുന്നതിന്റെ 1/4 സമയം കൊണ്ട് നമുക്ക് കെമിസ്ട്രി കൺക്ലൂഡ് ചെയ്തെടുക്കാൻ പറ്റും. പ്രൊവൈഡഡ് ദേ മേക്ക് ഇൻ പോയിന്റ് ഇൻ ഡെപ്ത് സ്റ്റഡി. അത് മാം ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ മക്കളെല്ലാവരും ശ്രദ്ധിക്കുക. അത് phase 2 പ്രിപ്പറേഷൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു പിൻ പോയിന്റ് സ്റ്റഡി ഇപ്പോഴും തന്നിരിക്കുന്ന ഇപ്പം phase 1 ഔട്ടായിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ബേസിലുള്ള ഒരു ഇൻഡെപ്ത് സ്റ്റഡിയാണ് അതിനകത്ത് ശരിക്കും നമ്മൾ നടത്തേണ്ടത്. അത് പക്ഷെ നിങ്ങൾ തന്നെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കൂല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ NCERTയിലെ പോയിന്റ് ലൈൻ ബൈ ലൈനോ ഒന്നുകിൽ അത് ക്ലാസ് റൂം ലേണിംഗിലോ ഇനി അതല്ല അത് നമ്മളുടെ എക്സാമിനേഷൻ പേപ്പറിലോ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പോസ് ചെയ്ത് കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ തോട്ട്സ് നിങ്ങൾക്ക് ആ ഡയമെൻഷനിൽ പോവുള്ളൂ. അതെ, എക്സാക്ട്ലി. അപ്പൊ നമ്മൾ ഈ phase 1 കഴിഞ്ഞാലും phase 2 വരുന്ന സമയത്ത് നമ്മൾ ഈ 2025 ക്വസ്റ്റ്യന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആൻഡ് ഡിസ്കഷൻസുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത്. ഇപ്പൊ സാർ അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതില് റിസൾട്ട് വരാൻ വേണ്ടി പോവാ. റിസൾട്ട് വരുന്ന സമയത്ത് കുട്ടികൾ ഇങ്ങനെ വളരെ ചിലവരൊക്കെ പാനിക് സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും. റിസൾട്ട് വന്നു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യും, ഞാൻ സെക്കൻഡ് ഫേസിലേക്ക് പ്രിപ്പയർ ചെയ്യുമോ അഡ്വാൻസിലേക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതുള്ളൂ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം സെക്കൻഡ് ഫേസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് May 18 ആകുമ്പോഴേക്ക് അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ വരുന്നത്. സോ സാറിന്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് കുട്ടികളെ അഡ്വാൻസിലേക്ക് എപ്പോഴാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത്? അത് phase 1 അവരുടെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പം phase 1 കുഴപ്പമില്ല, ഒരു NIT അഡ്മിഷൻസ് ഉറപ്പിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള സ്കോറിംഗ് ഉള്ള മക്കളാണെങ്കിൽ അവർക്ക് റെസ്റ്റ് ഓഫ് ദി ടൈം അവർക്ക് നമ്മളുടെ അഡ്വാൻസ്ഡ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്തെടുക്കുന്ന നല്ലത്. ആ അഡ്വാൻസ്ഡ് പ്രിപ്പറേഷന്റെ സബ്സെറ്റ് ആയിട്ട് നമ്മളുടെ JEE phase 2 വരുള്ളൂ. അതുകൊണ്ട് തന്നെ phase 2 അവരുടെ പെർഫോമൻസ് phase 1 ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് മാറുകയും ചെയ്യും. അഡ്വാൻസിന്റെ ലെവലിൽ അത് വരേണ്ട പ്രോബബിലിറ്റി കൂടുകയും ചെയ്യും. അപ്പൊ ജെഇയുടെ phase 1 അതെല്ലാരും പ്രത്യേകം ശ്രദ്ധിക്കുക. phase 1 ഒരു 97% അബവ് അല്ലെങ്കിൽ നമുക്കൊരു NIT സീറ്റ് ഒക്കെ ഗ്യാരണ്ടീഡ് ആയി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് JEE അഡ്വാൻസിലേക്ക് ഫുൾ ടൈം ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. സാറ് പറഞ്ഞതുപോലെ അതിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട് JEE മെയിൻ ആക്ട് ചെയ്യും. മാത്രമല്ല ഇപ്പൊ നമ്മള് JEE അഡ്വാൻസ്ഡ് ക്ലാസ്സസ് ചെയ്യുമ്പോഴേക്ക് JEE മെയിന്റെ മോക്ക് എക്സാമുകള് ഫുൾ മോക്ക് എക്സാമുകൾ റെഗുലർ ആയിട്ട് നടക്കും. ഇപ്പൊ JEE അഡ്വാൻസ്ഡിന്റെ ഡിസ്കഷൻ വരുമ്പോഴേക്ക് ഓട്ടോമാറ്റിക്കലി അതിലുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ആയി പോകും. നമുക്ക് അതിന് Super 30 എന്ന് പറയുന്ന ഒരു ബാച്ച് തന്നെ നമ്മൾ സൂൺ ആഫ്റ്റർ ദി റിസൾട്ട് അനൗൺസ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. February 15th സ്റ്റാർട്ട് ആവുകയാണ്. സോ അങ്ങനെ JEE അഡ്വാൻസിലേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യും. അപ്പോഴും നമ്മുടെ phase 1 മാർക്സ് നോക്കി നമ്മൾ ഏത് കാറ്റഗറിയിലെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കണം.
അപ്പൊ അതില് ഇപ്പൊ ഇൻ കേസ് നമുക്ക് അങ്ങനെ ഒരു മാർക്സ് അല്ല എങ്കിൽ സെക്കൻഡ് ഫേസിലേക്ക് ഏത് രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ് സാർ അഡ്വൈസ് ചെയ്യുന്നത്? സെക്കൻഡ് ഫേസിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫേസ് എവിടെ മക്കള് ചെയ്ത് നിർത്തിയിട്ടുണ്ടോ അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യണം. ഒരിക്കലും തുടക്കം തൊട്ടേ ഉള്ളതിന്റെ ആവശ്യമില്ല അവർക്ക് ചില ഏരിയാസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ടാവും, ചില ഏരിയ അവർക്ക് തന്നെ പഠിച്ചെടുക്കാവുന്നുള്ളൂ. കുറച്ചുകൂടെ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് സ്ട്രെസ് ചെയ്ത് പഠിച്ച് ലെവൽ ചെയ്തെത്തിക്കാം. അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് അവരെ വളർത്തിക്കൊണ്ടിരുന്നത്. കാരണം ഇപ്പോഴും ഒരു ഗ്രോയിങ് സ്റ്റേജ് അല്ല അവര്, ഒരു സെർട്ടൻ സാച്ചുറേഷൻ ലെവൽ അവർ എത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് കുറെ കൂടി പൊടി തട്ടിയെടുത്ത് നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് സെക്കൻഡ് ഫേസിൽ. അതെ, അതുകൊണ്ട് തന്നെ ഇനി ബാക്കി ഫേസ് 2ന്റെ ഒരു ടോട്ടൽ പ്രിപ്പറേഷൻ നമ്മൾ അങ്ങനെ നടത്തി കഴിയുമ്പോൾ ബാക്കി എല്ലാ എക്സാമിനേഷന്റെ പെർഫോമൻസിനെ അത് കാറ്റലൈസ് ചെയ്യുള്ളൂ. എക്സാക്ട്ലി, അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന കാര്യമാണ്. കാറ്റലൈസ് ചെയ്യാന്നുള്ള വാക്ക് തന്നെ നിങ്ങളത് ശ്രദ്ധിക്കുക. ബിക്കോസ് നമ്മുടെ ഫേസ് 1 എക്സാമിനേഷൻ ഈ അക്കാഡമിക് ഇയറിൽ കുട്ടികൾ എഴുതിയിരിക്കുന്ന ആദ്യത്തെ എക്സാമിനേഷൻ ആണ്. അപ്പം ഫേസ് 2 കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻസ് ഇനിയുണ്ട്. നമ്മൾ എല്ലാ എക്സാംസും എഴുതണം. ഒരുപാട് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അഡ്മിഷൻസ് നടക്കുന്നത് മറ്റ് പല സർട്ടൻ എക്സാംസിലൂടെ കൂടിയാണ്. അതെല്ലാം നമ്മൾ എഴുതണമെങ്കിൽ അതിനെല്ലാം പ്രിപ്പയർ ചെയ്യാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ അവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നന്നായി പഠിച്ച് സെക്കൻഡ് ഫേസിലേക്ക് ടാർഗറ്റ് ചെയ്ത് വരണം എന്നാണ്. അപ്പൊ ബാക്കി വരുന്ന ഒരുവിധ എല്ലാ എക്സാംസും ഈവൻ നമ്മുടെ ഏപ്രിൽ ഫസ്റ്റ് വീക്കില് ഈ ഫേസ് 2 എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം ഈവൻ ആ എക്സാമുകൾ കുട്ടികൾ ചെയ്യുന്ന സമയത്ത് ആ സമയങ്ങളിൽ അതിന്റെ PYQസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും. ഇപ്പൊ JEയുടെ സെക്കൻഡ് ഫേസിലേക്ക് തന്നെ കുട്ടികൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതല്ലേ എപ്പോഴും നല്ലത്? അതെ, JEയുടെ സെക്കൻഡ് ഫേസ് ടൂ മച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അവർക്ക് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് സെറ്റ് ആക്കാനുള്ള ടോപ്പിക്കുകളുണ്ട്. പിന്നെ അവര് മാക്സിമം ക്വസ്റ്റ്യൻസിന്റെ എക്സ്പോഷർ വരണം. അത് ബ്ലൈൻഡ് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കാര്യമില്ല. വരാൻ പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസിന്റെ വോളിയം തന്നെ ചെയ്യണം. ഞാനൊരു 1000 ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് ഒരു കുട്ടി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആ 1000-നുള്ളിൽ വരാൻ പ്രോബബിലിറ്റി ഉള്ള സാധനമായിരിക്കണം. അത് NTA സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. കാരണം മെമ്മറി ബേസ്ഡ് ആണോ ചോദിച്ചാൽ എന്നാ മെമ്മറി ബേസ്ഡ് ആണ്, എന്നാ അത് മെമ്മറി ബേസ്ഡ് അല്ല, ഫാക്ട് ബേസ്ഡ് ആണ്. ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും അത് മെമ്മറി ബേസ്ഡ് ആണ്, പക്ഷെ അത് ഒരു കോൺസെപ്റ്റൽ ബേസ്ഡ് ആണ്. അത്തരം ക്വസ്റ്റ്യൻസിന്റെ പിറകിലുള്ള കോൺസെപ്റ്റ് പിടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന എക്സാമിനേഷനിൽ സിമിലർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ബൈഹാർട്ട് പഠിക്കാണ്ട് തന്നെ ഈ സാധനം അപ്രോച്ച് ചെയ്ത് കറക്റ്റ് ചെയ്തെത്തിക്കാം. എപ്പോഴും അത് നമ്മുടെ ഉള്ളിലുള്ള ഒറിജിനൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ അളക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഈവൻ JE മെയിനിന്റെ എക്സാമിനേഷനിലും NTA ചോദിക്കുന്നു എന്നുള്ളത്. അപ്പം കുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഈ പോയിന്റ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ എവിടെയാണോ സ്റ്റക്ക് ആയിരിക്കുന്നത് അതിനെ ഇനി നന്നാക്കി എടുത്തുകൊണ്ട് സെക്കൻഡ് ഫേസിലേക്ക് എക്സാമിനേഷന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ആ രീതിയിലുള്ള പ്രിപ്പറേഷനുള്ള മെറ്റീരിയൽസും ക്ലാസ്സസും എക്സാംസും ആണ് നമ്മളും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ ഒരു ഗൈഡൻസിലൂടെ പോകുമ്പോഴായിരിക്കും കുട്ടികൾക്ക് നേരത്തെ സാറ് പറഞ്ഞ പോലെ 1000 ചോദ്യങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ല, കറക്റ്റ് സ്ട്രക്ചേർഡ് ആയിരിക്കുന്ന ചോദ്യങ്ങൾ ചെയ്ത് NTAയുടെ പാറ്റേണിലേക്ക് വരുന്ന ടൈപ്പ് ചോദ്യങ്ങൾ കണ്ടു ശീലിക്കുക എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്. നമ്മളുടെ ക്വസ്റ്റ്യൻസിന്റെ അതായത് എക്സാമിനേഷൻ സീക്വൻസിനെ പറ്റി മാം പറഞ്ഞപ്പോഴാണ് നമ്മൾ R&D വിങ് ഡിസൈൻ ചെയ്തിരിക്കുന്ന പേപ്പേഴ്സ് തന്നെയാണ് നമ്മൾ അടുത്ത ഫേസ് 2ലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഫേസ് 1 പോലെ തന്നെ ഫേസ് 2ലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അത് വളരെ ക്ലാസ് റൂം ലേണിംഗിനേക്കാളും വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിനേഷൻസ് കുട്ടികൾ എഴുതുക എന്നുള്ളത്. കാരണം അത് എഴുതി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് എവിടെയാണ് പ്രശ്നം വന്നതെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പം നമ്മുടെ ഫേസ് 1 കഴിഞ്ഞപ്പോൾ നമ്മുടെ മക്കൾക്ക് അതായത് പൊതുവെ ഉണ്ടായിരുന്ന ഒരു സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം മാനേജ്മെന്റ് അങ്ങോട്ട് എത്തിയില്ല. മാത്സ് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെ ഫിസിക്സ് അല്ലെ കെമിസ്ട്രി എന്നുള്ള രീതിയിൽ അത് ഫസ്റ്റ് ടൈം അവർ എഴുതുമ്പോൾ എല്ലാ മക്കളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണിത്. പിന്നീട് അതിനെ തുടർന്നിട്ട് ആ ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്ത് എത്തിക്കുക എന്നുള്ളത് അവർക്ക് മനസ്സിലാവണമെങ്കിൽ അവര് മോക്ക് ടെസ്റ്റുകൾ ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റുകൾ എഴുതണം. ആ മോക്ക് ടെസ്റ്റിൽ പക്ഷെ ഇതിന്റെ NTAന്റെ പേപ്പറിന്റെ മോറോർലെസ് ആ സ്പെക്ട്രത്തിൽ നിന്നും കൊണ്ടുള്ള പേപ്പേഴ്സുകൾ ആയിരിക്കുകയും വേണം. എന്നാൽ മാത്രമേ ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഭയങ്കര ഡിഫിക്കൽട്ട് പേപ്പർ വന്നു, അവർക്ക് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല അതിൽ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു വസ്തുതയ്ക്ക് ഇമ്പോർട്ടൻസ് ടു മച്ച് ഈസി പേപ്പർ വന്നു, അതിലും ടൈം മാനേജ്മെന്റ് അവരെഴുതി കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് പേപ്പർ വരിക എന്ന് വിചാരിക്കുക, അങ്ങനെയല്ല. അപ്പൊ ആ ലെവലിൽ നിന്നുകൊണ്ടുള്ള പേപ്പേഴ്സ് ഡിസൈൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫേസ് 2 നമ്മള് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ
മുന്നിൽ കാണുന്ന ഒരു സംഭവം. അതെ, അപ്പൊ അതില് ഈ 2025 ഓരോ ഷിഫ്റ്റിലുള്ള പേപ്പേഴ്സ് ചെയ്യുമ്പോഴും സാറ് പറഞ്ഞാല് ടൂ മച്ച് ഈസി അല്ല, വെരി ഡിഫിക്കൽട്ടും അല്ല, പ്രോപ്പർ ആയിട്ട് ചിന്തിച്ചിരുന്ന സമയത്തിനകത്ത് ചെയ്യുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ്. അങ്ങനെ മാക്സിമം ചോദ്യങ്ങളും മോക്ക് എക്സാംസും കാണാനുള്ള അവസരമാണ് നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് നിങ്ങൾക്ക് ഒരുക്കുന്നത്. സോ എനിവേ നമ്മുടെ റിസൾട്ട് ഒക്കെ വന്ന സെക്കൻഡ് ഫേസിലേക്ക് ഇപ്പോഴേ സെക്കൻഡ് ഫേസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതില് ഓൾറെഡി നമ്മുടെ കുട്ടികളുടെ അടുത്ത് ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് നേരത്തെ പ്രിപ്പറേഷൻസ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് ഏറ്റവും നന്നായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുക. ഫേസ് 2 ഇനി കൂടുതൽ എങ്ങനെ കാറ്റലൈസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് റിസൾട്ടിന് ശേഷം കാണാം. ഓക്കെ, സോ താങ്ക് യു എവരിവൺ.